നമസ്കാരം, എൻ്റെ പേര് അജിത്ത്. ഞാൻ എറണാകുളം ജില്ലയിൽ കൂത്താറോഡിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി 1 ലക്ഷം സംരംഭം നമ്മുടെ നാട്ടിൽ വരുന്നു അല്ലെങ്കിൽ നടക്കുന്നു എന്നും പറഞ്ഞ് നമ്മളെ കുറേ കണക്കുകൾ പറഞ്ഞ് പറ്റിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ഈ 1 ലക്ഷം 1 ലക്ഷം സംരംഭം വരുന്നു എന്ന് പറയുന്നതല്ല, ഒന്നും നടന്നതല്ല. അവരുടെ ജീവിതം എന്ത്, അവരോടൊപ്പം നിൽക്കാൻ ഏതൊക്കെ വ്യക്തികളുണ്ട്, സമൂഹങ്ങളുണ്ട് എന്ന് ആരും തന്നെ ചിന്തിക്കുന്നില്ല. നടക്കുന്ന സംരംഭങ്ങളുടെ അവസ്ഥ എന്ത്, എന്തുകൊണ്ട് നാട്ടിൽ തകർക്കപ്പെടുന്നു, എന്തുകൊണ്ട് യുവാക്കൾക്ക് തൊഴിലില്ല, ഈ എപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഓരോ ദിവസവും അല്ലെങ്കിൽ 4% മുതൽ 12% വരെ യുവാക്കളും യുവതികളും മാത്രമാണ് അന്യരാജ്യത്തേക്ക് പോയി അവർ സ്വയം തൊഴിൽ കണ്ടെത്തുന്നു എന്നൊരു കണക്കുകൾ മാത്രമാണ് ഇദ്ദേഹം നമുക്ക് തരുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, 10 വീടെടുത്തു കഴിഞ്ഞാൽ 9 വീട്ടിലെ കുട്ടികളും യുവാക്കളും യുവതികളും അന്യനാട്ടിലേക്ക് അല്ല അന്യരാജ്യത്തേക്ക് പോകുന്നു. എന്തുകൊണ്ട് ഇവർ പോകുന്നു? മറ്റ് സംസ്ഥാനങ്ങളും മറ്റ് രാജ്യത്ത് പോയി അവരവരുടെ കഴിവുകളെ തെളിയിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല? ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറ്റിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. ഒരു വ്യക്തി തൻ്റെ സമൂഹത്തിന് അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ തൻ്റെ പൊതുസമൂഹത്തിന് വേണ്ടി ഒരു ബിസിനസ്സുകളെ കൊണ്ടുവരുമ്പോൾ ഏതൊക്കെ രീതിയിൽ തകർക്കാം എന്നല്ലാതെ അതിനുവേണ്ടി എന്ത് സപ്പോർട്ടാണ് നൽകുന്നത്? 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മളതിനെ എങ്ങനെയാണ് ചേർത്ത് പിടിക്കേണ്ടത് എന്നിവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടോ? ഇവർ കുറേ കള്ളക്കണക്കുകൾ പറഞ്ഞ് നമ്മളെ വഴി തെറ്റിക്കുന്നതല്ലാതെ ഇന്ന് വരെ ഒരു യുവാക്കൾക്കോ അല്ലെങ്കിൽ യുവതികൾക്കോ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ളൊരു വേദി ഇവർ ഒരുക്കുണ്ടോ? ഒരിക്കലും ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ ഇവരുടെ മക്കൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നില്ല? അങ്ങനെ പോലും നമ്മളെ തെളിയിക്കാൻ വേണ്ടി ഇവർക്ക് പറ്റാത്ത ഇവരെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? യുവാക്കളുടെയും യുവതികളുടെയും ജീവനും സ്വത്തിനും ആപത്തായിട്ടാണ് ഇന്ന് നമ്മുടെ ഭരണ സമൂഹം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആരെയും നമ്മൾ തെറ്റു പറയുകയല്ല. നാട്ടിലെ ബിസിനസ്സുകാരുടെ അവസ്ഥ എന്ത് എന്ന് നമ്മൾ പൊതുസമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ സമൂഹത്തിന് തൊഴിൽ വേണം, തൊഴിലവസരം വേണം, മുന്നോട്ടൊരു നല്ല ജീവിത നിലവാരം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ്സുകാരെ ചേർത്ത് പിടിക്കണം. എങ്കിൽ മാത്രമേ തൊഴിലവസരങ്ങൾ വരുള്ളൂ. അതല്ലാതെ ഇവരുടെ പൊള്ളയായ വാക്കുകളെ വിശ്വസിച്ച് ഇന്നാകും നാളെയാവുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ച് നമ്മുടെ യുവാക്കളുടെ യുവതികളുടെ ജീവിതം മയക്കുമരുന്നിനും മറ്റിനും അടിമപ്പെട്ടു പോകാതെ അവരെ ചേർത്ത് പിടിച്ച് നല്ല ഗുണമാനമുള്ള ജീവിതം നമ്മൾ അനുഭവം കൊടുത്ത് അല്ലെങ്കിൽ ജീവിത നിലവാരം കൊടുത്തുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസം ബാക്കിയുള്ള കാര്യങ്ങളിൽ ഉയർച്ചകൾ വരുവാൻ നമ്മുടെ ഗവൺമെൻറ് നമ്മളോടൊപ്പം നിൽക്കുന്നില്ല. വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോ രീതിയിലും മാറുക എന്നല്ലാതെ ഇവരെ ആരും മാറിയതിന് ശേഷം നമുക്കൊരു ജീവിതം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു, ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ഒരു വ്യവസായി എന്ന രീതിയിൽ ഈ നാട്ടിൽ എനിക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് എൻ്റെ വ്യവസായങ്ങളെല്ലാം എനിക്ക് പല രീതിയിൽ തകർക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഒരേ ഒരു കാര്യം, മരണപ്പെടാനോ ഒളിച്ചോടാനോ എന്നെ കൊണ്ടാവുന്നില്ല. വീണ്ടും തിരിച്ചു വരണം. ഒരു വ്യവസായി എന്തുകൊണ്ട് നാടിൽ നിന്ന് വിട്ടുപോകുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവൻ ആത്മഹത്യ ചെയ്യുന്നു, അതല്ലെങ്കിൽ അവൻ്റെ സ്വയം രക്ഷയ്ക്കായിട്ട് കുടുംബത്തെ ചേർത്ത് പിടിച്ച് അവൻ അന്യരാജ്യങ്ങളിൽ പോയി അവൻ്റെ വിയർപ്പ് എന്തുകൊണ്ട് അവിടെ ഒഴുക്കുന്നു എന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൽ ഉടനീളമായിട്ട് ഞാൻ എൻ്റെ അനുഭവം വെച്ച് മറ്റൊരു വ്യക്തിയോ സമൂഹത്തെ രാഷ്ട്രീയത്തെ അധിക്ഷേപിക്കാതെ എൻ്റെ സ്വന്തം അനുഭവം വെച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 1 ലക്ഷം പീസ് ചൂല് പബ്ലിക്കിനിടയിൽ കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രതിഷേധമായിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. എൻ്റെ കൂടെ ഇന്ന് ആരും തന്നെ ഇല്ല. എൻ്റെ ബിസിനസ് നല്ല സാഹചര്യത്തിൽ എൻ്റെ കൂടെ നിൽക്കാൻ പല വ്യക്തികളുണ്ടായിരുന്നു, സമൂഹങ്ങളുണ്ടായിരുന്നു, രാഷ്ട്രീയ പാർട്ടികളുണ്ടായിരുന്നു. എന്നാൽ അവർക്കെല്ലാം ഇന്ന് ഞാൻ വളരെ വലിയൊരു ബാധ്യത എന്ന രീതിയിലാണ് എന്നെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ബിസിനസ്സുകാർ എന്താണോ ഈ നാട്ടിൽ അനുഭവിക്കുന്നത്, എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ, എങ്ങനെയാണ് അവരെ ചേർത്ത് പിടിക്കേണ്ടത് എന്ന കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് കൂടെ വേണ്ടിയിട്ട് എൻ്റെ സ്വയമേ അനുഭവം വെച്ചിട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 1 ലക്ഷം പീസ് ചൂല് പബ്ലിക്കിനിടയിൽ കൊടുത്തുകൊണ്ടാണ് ഞാൻ ചെയ്തത്. എന്തുകൊണ്ട് ചൂല് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. നമ്മുടെ ബിസിനസ്സുകാരുടെ അവസ്ഥ ഇത് തന്നെയാണ്. ആവശ്യപ്പെടുമ്പോൾ മാത്രം ഉപയോഗിക്കാനും ആവശ്യപ്പെടാത്തപ്പോൾ വലിച്ചെറിയപ്പെടുന്നതാണ് ചൂല്. അപ്പം നമ്മുടെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ചൂല് തന്നെ. ഇതിൻ്റെ അത് രാഷ്ട്രീയമോ വ്യക്തികളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. കാരണം ചൂലും ആം ആദ്മി പാർട്ടി ചൂലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങളെ ചൂലും അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിക്കുന്നത്. ചൂലിനെ ഒരു ഉപജീവനമാർഗം മാത്രമായിട്ടാണ് ഇന്ന് ഞാനിപ്പോൾ കാണുന്നത്. കാരണം നമ്മുടെ ബിസിനസ്സുകാരുടെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ചൂല്. കാരണം ആവശ്യപ്പെടുമ്പോൾ മാത്രം ഉപയോഗിക്കാനും അല്ലാത്തപ്പോൾ വലിച്ചെറിയപ്പെടുന്നതാണ് ചൂല്. അത്രമാത്രം വിചാരിച്ചാൽ മതി. അതിൻ്റെ അകത്ത് രാഷ്ട്രീയമോ മറ്റോ ഒന്നും തന്നെ ഇല്ല. കേസിക്കേടാണ് ഈ പല ബിസിനസ്സുകാരും അനുഭവിക്കുന്ന പ്രശ്നം ഇതാണ്. പക്ഷെ അവൻ പുറത്ത് പറയുന്നില്ല. നാണക്കേടും മാനക്കേടും വിചാരിച്ചാണ് ഇവരാരും ഇത് പുറത്ത് പറയാതെ. പലിശക്കാർക്കും ബാങ്കുകാർക്കും അല്ലെങ്കിൽ മറ്റൊരു സമൂഹത്തിന് വേണ്ടി അടിവറവ് വെക്കേണ്ടതല്ല. അവൻ്റെ തലയും അവൻ്റെ ജീവനും അവൻ്റെ പ്രാണനും അവൻ്റെ കുടുംബവും ആ ഒരു ചിന്ത വെച്ച് നമ്മൾ മുന്നേറണം. അതിനു വേണ്ടി മാത്രം നമ്മൾ മാറണം. അല്ലാതെ ഈ വ്യക്തികളോ സമൂഹങ്ങളോ ഒന്നും മാറാൻ പോകുന്നില്ല. എന്താണ് ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള കാര്യം പബ്ലിക്കിലേക്ക് ഇറങ്ങാൻ ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. നിങ്ങളുണ്ടോ എൻ്റെ കൂടെ? ആ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. പക്ഷേ ഈ ചലഞ്ച് കഴിഞ്ഞ് 101ാമത്തെ ദിവസം ഞാൻ എത്തിപ്പെടുമ്പോൾ ചിലപ്പോൾ ഒരു സമൂഹം തന്നെ എന്നോടൊപ്പം ഉണ്ടായിരിക്കാം. ആ വിജയത്തിലേക്ക് എത്താൻ നിങ്ങൾ ഓരോരുത്തരും എന്നോടൊപ്പം നിൽക്കുക. നിങ്ങളെ കോൺടാക്ട് നമ്പറോട് പറഞ്ഞാൽ സമാനമായ ആൾക്കാർക്ക് ബന്ധപ്പെടാൻ പറ്റില്ല. നമ്പർ പറയും, പറഞ്ഞോ, ഫോൺ നമ്പർ പറയും.
നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക, ഞാൻ പറയുന്നതിൽ സത്യമുണ്ടോ അതോ നുണയാണോ എന്ന്. നിങ്ങൾക്കും എന്നോടൊപ്പം ചേരാം. എൻ്റെ നമ്പർ ഞാൻ ഇതോടൊപ്പം നൽകുകയാണ് 9778592932. അപ്പോൾ താങ്കളുടെ സംരംഭത്തെ വിജയിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെയെങ്കിലും സർക്കാരിൻ്റെ കണ്ണു തുറക്കട്ടെ. അങ്ങനെ ഒരു പ്രതീക്ഷ ഒരിക്കലും തന്നെ എനിക്കില്ല. കാരണം ഒരു സർക്കാർ, ഒരു സമൂഹം ഒരുമിച്ച് മാറാൻ യാതൊരു സാധ്യതയില്ല. പക്ഷേ നമ്മൾ ഓരോരുത്തരും മാറണം. ആ ഒരു മാറ്റമാണ് നമ്മുടെ പൊതുജനതയ്ക്ക് അനിവാര്യം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്.